ഹലോ ഗായ്സ്. ദ പാരഡൈസിൻ്റെ ടീസർ ഇന്നലെ റിലീസായി. ആം, അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്ന ടൈം മുതലേ ഐ ആം വെരി എക്സൈറ്റിംഗ് ബിക്കോസ് വൺ ആൻഡ് ഓൺലി അനിരുദ്ധിൻ്റെ ഫസ്റ്റ് ഇതിൻ്റെ ഒരു മ്യൂസിക് ഇറങ്ങിയ സമയത്ത് തന്നെ എന്താ അറിയില്ല, ഈ പടത്തിനോട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഈ പടം കാണാനുള്ള ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റിനും കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ. പിന്നെ എപ്പോഴോ 2-3 മാസം മുമ്പെങ്ങാനും ഈ പടം റിലീസാകും എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ പോസ്റ്റ്പോൺ ചെയ്ത് ആഗസ്റ്റിൽ റിലീസ് ചെയ്യുന്ന ഫൈനലി എത്തിയൊരു പടം ഇപ്പം സെപ്റ്റംബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ വേറൊരു എക്സൈറ്റ്മെൻറ്റ് തരാനുള്ള വേറൊരു റീസൺ നാച്ചുറൽ സ്റ്റാർ നാനി എന്ന് പറയുന്നത്. കാരണം പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇതിന് മുമ്പ് ഇറങ്ങിയ ഹിറ്റ് 3 എനിക്ക് പേഴ്സണലി വർക്കായ പടമാണ്. പിന്നെ അതിന് മുമ്പ് ഒരു അതിന് മുമ്പുള്ള ഒരു മൃണാൾ താക്കൂർ ആയിട്ടുള്ളൊരു പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ അങ്ങനെ തുടങ്ങി ഈച്ച മുതൽ പുള്ളിയുടെ എല്ലാ പടങ്ങളോടും എനിക്ക് എനിക്ക് പേഴ്സണലി വർക്കായ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. അങ്ങനെ ഇരിക്കെ പുള്ളിയുടെ ദ പാരഡൈസിൻ്റെ ഒരു ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിക്കാതെ ടീസറിലേക്ക് പോവാം. ഈ കുടി ആരുടേത്? ഈ ദേശം ആരുടേത്? എന്റെ പ്രിയപ്പെട്ട പാരഡൈസ് നിവാസികളെ, ഈ സർക്കാർ പ്രഭുക്കൾക്ക് വേണ്ടിയുള്ളതാണോ അതോ ജനങ്ങൾക്ക് വേണ്ടിയോ? വിലക്കപ്പെട്ട നമ്മൾ അവരെ ഓടിക്കണം. തീയന്ന് വെറുപ്പോടെ കാണുന്ന കറുപ്പാണ് നമ്മുടെ കൊടി, കാക്കയാണ് നമ്മുടെ അടയാളം. അപമാനിക്കപ്പെട്ട കാക്കകൾ ആയുധമെടുത്താൽ എന്താ ഉണ്ടാവാന്ന് കാണിച്ചു കൊടുക്കണ്ട. ഈ കുടി ആരുടേത്? ഈ ദേശം ആരുടേത്? ഈ കുടി ആരുടേത്? ഈ ദേശം ആരുടേത്? വീട്ടുകാരുടെ കണ്ണേറ, നാട്ടുകാരുടെ കണ്ണേറ, അസൂയക്കാരൻ്റെ കണ്ണേറ, ഭയന്നോടുന്നവൻ്റെ കണ്ണേറ, കത്തിയെല്ലാം കൂർപ്പിച്ച് രക്തമെല്ലാം തെറിപ്പിച്ച് കണ്ണേറെല്ലാം പോണം. ഗൈസ്, ടീസർ കിടിലം ടീസർ അല്ലേ? അപ്പോൾ ശ്രീകാന്ത് ഒഡലയാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഇതിന് പുള്ളി തന്നെയാണ് ഇതിന് മുമ്പ് ഇറങ്ങിയ പുള്ളിയുടെ ദസറ എന്ന് പറയുന്ന പടം ഡയറക്റ്റ് ചെയ്തത്. ആ പടം എനിക്കൊരു ആവറേജ് ഫീലാട്ടോ തന്നത്. ബട്ട് ഇതിൽ പുള്ളി അതിൻ്റെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു അത് മൊത്തത്തിലൊരു ആവറേജ്, നമ്മുടെ കേരളത്തിൽ അതൊരു ആവറേജ് റെസ്പോണ്ട് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി പുള്ളി അറിഞ്ഞ് പണിയിട്ടാണ് ഇറക്കിയിരിക്കുന്നതാണ് ഈ ടീസറെന്ന് സ്റ്റിൽ ടീസർ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി ആരാ ചെയ്തേക്കുന്നേ? സ്റ്റെൻസ് ലക്ഷ്മണൻ, ദെൻ റിയൽ സതീഷ്, മൈബാം നബകന്ത, സിംഹദ്രി. കിടിലം വർക്കാണെന്ന് തോന്നുന്നു. ടീസറിനകത്ത് ഇതിൻ്റെ മെയിൻ ഇത് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ പക്ക കിടിലായിരിക്കും തോന്നുന്നു. അപ്പം എന്തായാലും എല്ലാവരെയും പോലെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു കീർത്തി സുരേഷിൻ്റെ ഒരു എന്തോ ഒരു ഐറ്റം സോങ് ഉണ്ട് എന്നുള്ള ഒരു റൂമേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയുക, ഒരു 0:40 സെക്കൻഡ് ആയപ്പോൾ കാണിച്ചിരിക്കുന്ന അത് കീർത്തി സുരേഷിൻ്റെ ആണെന്ന് തോന്നുന്നു.
പിന്നെ കയാടു ലൊഹാറാണ് നായിക. എന്നിരുന്നാലും എല്ലാവരെയും പോലെ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് FTFS കാണാൻ വേണ്ടിയിട്ട്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.